ഇപ്രാവശ്യം ആന്റോ ആന്റണി. ഞങ്ങൾ സഹകരിക്കുന്നവരെല്ലാം നല്ല അഭിപ്രായമാണ് തോമസ് ഐസക്കിന്. ആന്റോ ആന്റണിയൊക്കെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവിടുന്ന് മിനിമം പോയി കഴിഞ്ഞാൽ ഒരു 5 MP പോയിരിക്കും. ഈ 5 MP പോയിട്ട് അവിടെ കേന്ദ്രം മൊത്തം ഭരിക്കുന്ന BJP അടുത്ത് വരുന്ന എന്തോ പറയുന്നത് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലെ കൃഷിയെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചു. കാരണം പന്നിയുടെയൊക്കെ പ്രശ്നം കൊണ്ട് ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വിജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തോമസ് സാറും നല്ലൊരാൾ തന്നെ, എന്നാലും ആന്റണിക്കായിരിക്കും മുൻതൂക്കം. അനിൽ ആന്റണി ജയിക്കാനാ ചാൻസ്. പിന്നെ LDF എല്ലാവർക്കും അടുത്ത് തുടങ്ങിയില്ലേ, അത് തന്നെ വലിയ കാര്യം. പെൻഷനൊന്നുമില്ല, ജവാന്റെയും ബഡ്ജറ്റിന്റെ വില കുറയണം. ഏവർക്കും കൃത്യമായ നമസ്കാരം. പാർലമെന്റ് ഇലക്ഷൻ ഇങ്ങ് അടുത്തെത്തിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട മണ്ഡലത്തിലാണ്. ഇവിടെ നിന്നും UDF വേണ്ടി ശ്രീ ആന്റോ ആന്റണിയും NDA വേണ്ടി BJPയിൽ നിന്നുള്ള ശ്രീ അനിൽ K ആന്റണിയും LDF വേണ്ടി ഡോക്ടർ തോമസ് ഐസക്കും മത്സരിക്കുമ്പോൾ വോട്ടർമാർ ആരോടൊപ്പം നമുക്ക് നേരിട്ട് ചോദിച്ചത്. പത്തനംതിട്ട മണ്ഡലത്തിൽ ആർക്കാണ് വിജയസാധ്യത ഉള്ളത്? കോൺഗ്രസിനാണ് കൂടുതൽ. ആന്റോ ആന്റണിക്കാണ്. എന്തുകൊണ്ടാണ് ആന്റോ ആന്റണി? പുള്ളി എഡ്യൂക്കേറ്റഡ് ആണ്. അത് മാത്രമല്ല തോമസിന്റെ പേര് ഇപ്പൊ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ LDF എല്ലാവർക്കും അടുത്ത് തുടങ്ങിയില്ലേ, അത് തന്നെ വലിയ കാര്യം. ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ ആര് വിജയിക്കണമെന്നാണ് വിചാരിക്കുന്ന കാര്യം? ആർക്കായിരിക്കും സാധ്യത ഉള്ളത്? അതൊന്നും അറിയത്തില്ല. രണ്ടുപേരും ഒരുപോലെ നിൽക്കുക, അതുകൊണ്ട് അറിയത്തില്ല. സാധ്യത പറയാൻ പറ്റില്ല. ഇവിടെ LDF ജയിക്കാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യം. ഡോക്ടർ തോമസ് ഐസക്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സാധ്യത? അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വിദഗ്ധനാണ്, ലോക കാര്യങ്ങൾ മൊത്തം അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു നേതാവ്. UDF 15 വർഷം കൊണ്ട് അദ്ദേഹം ഇവിടെ ജയിച്ചിട്ട് ഇവിടെ പിന്നെ കണ്ടിട്ടേ ഇല്ല. ഈ മൂന്ന് പാർട്ടി ഒരുപോലെ നിൽക്കുക, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അടുത്ത ത്രികോണ മത്സരമാണ്. അതെ, അടുത്ത ത്രികോണ മത്സരമാണ്. ഒന്നും പറയാറായിട്ടില്ല. പിന്നെ പ്രൈം മിനിസ്റ്റർ വന്നതിന്റെ ഇഷ്യൂസൊക്കെ ഒരു ഭാഗത്ത്, പിന്നെ മുഖ്യമന്ത്രിയുടെ ഇഷ്യൂസൊക്കെ ഒരു ഭാഗത്ത്, പിന്നെ ആന്റോ ഒന്നും ചെയ്തിട്ടില്ലെന്നുള്ള ഒരു ഭാഗത്ത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പ്രധാനമന്ത്രി വന്നതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ മാറ്റം? അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പൊതുവെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആന്റോ ആന്റണിയെ സംബന്ധിച്ച് പത്തനംതിട്ടയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പിന്നുള്ളതൊന്ന് പ്രതിപക്ഷ ഇപ്പം പാർലമെന്റിനെ സംബന്ധിച്ച് പിന്നെ രണ്ടാമത് നിൽക്കുന്നത് ഒന്ന് തോമസ് ഐസക്. അദ്ദേഹം നമുക്കറിയാം നമ്മുടെ കേരളത്തെ കടക്കണിയിലാക്കി മസാല ബോണ്ട് പോലുള്ള 1-1.5% പലിശയ്ക്ക് പൈസ കിട്ടുന്ന സമയത്ത് 9.5 രൂപയ്ക്കൊക്കെ ശതമാനത്തിന് പലിശയ്ക്ക് എടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചും ഇവിടുന്ന് പാർലമെന്റിലേക്ക് പോയിട്ട് യാതൊന്നുമില്ല. പ്രതിപക്ഷത്തും പറ്റാതെ 1-2 MP ഇരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് പത്തനംതിട്ടയെ സംബന്ധിച്ച് ഏറ്റവും നേട്ടം അനിൽ ആന്റണിയെ പോലുള്ള യുവാവായ ഒരു നേതാവ്, അദ്ദേഹത്തെ വിജയിപ്പിച്ച് വിടുന്നത് തന്നെ ആയിരിക്കും. അത് പത്തനംതിട്ടയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ തക്ക തരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വിജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആന്റോ ആന്റണി. എന്തുകൊണ്ടാണ് ആന്റോ ആന്റണിയുടെ പേര് പറയുന്നത്? ആന്റണി അവിടെ വരാനുള്ള സാധ്യത. അല്ല, സാധ്യത എന്തുകൊണ്ടാണെന്ന് ചേട്ടൻ കരുതുന്നത്? പല കാര്യങ്ങളും ഉണ്ട്. പുള്ളി ഇവിടുത്തെ നേരത്തെ ഒരാളാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. സ്വാർത്ഥമായിട്ട് പുള്ളി പ്രവർത്തിക്കും. ഇതുകൊണ്ട് പുള്ളി മികച്ച ഒരാൾ തന്നെ. എന്നാൽ തോമസ് സാറും നല്ലൊരാൾ തന്നെ, എന്നാലും ആന്റണിക്കായിരിക്കും മുൻതൂക്കം. ഇത്രയും വിജയസാധ്യത ത്രികോണ മത്സരമായിരിക്കും. അനിൽ ആന്റണി ജയിക്കാനാ ചാൻസ്. എന്തുകൊണ്ടാണ് അനിൽ ആന്റണിയുടെ പേര് പറയുന്നത്? അതായത് ഇപ്പം ഉള്ളത് മറ്റവർ രണ്ടുപേരും, ഒരാള് 3 ടൈമോളം ആയില്ലേ നിന്നിട്ട്. അപ്പോൾ മറ്റേ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മാറ്റം അനിവാര്യമാണ്. മാറ്റത്തിന് വേണ്ടി അനിൽ ആന്റണി ജയിക്കും. ആന്റോ ആന്റണി ജയിക്കണം. ആന്റോ ആന്റണി. അത് എന്തുകൊണ്ടാണ് ആന്റോ ആന്റണിയുടെ പേര് പറയുന്നത്? പറയാന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രതിപക്ഷത്തിലും കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിലും ഇരിക്കണമെങ്കിൽ കോൺഗ്രസ് വേണം. അപ്പൊ കേന്ദ്രത്തിൽ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷമാവുമെന്നാണ് വിചാരിക്കുന്നത്. ഭരണപക്ഷം കിട്ടിയാൽ പ്രതിപക്ഷത്ത് കോൺഗ്രസ് എങ്കിലും ഇരിക്കണം. ഇടതുപക്ഷം പോയിട്ട് ആരുമില്ലല്ലോ. ഇടതുപക്ഷത്തിന് ഇവിടുന്ന് മിനിമം പോയി കഴിഞ്ഞാൽ ഒരു 5 MP പോയിരിക്കും. ഈ 5 MP പോയിട്ട് അവിടെ കേന്ദ്രം മൊത്തം ഭരിക്കുന്ന BJP അടുത്ത് വരുന്ന എന്തോ പറയുന്നത്? എന്ത് പറയാൻ പറ്റും അവർക്ക്?
ഇപ്പൊ പ്രതിപക്ഷ സ്ഥാനത്ത് ഒരു ശക്തനായ എതിരാളി പോകണമെങ്കിൽ ആന്റോ ആന്റണി എന്തോ മോദി ആ അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുമെന്ന് വിചാരിക്കണം ഇപ്പൊ കൂടുതലായിട്ടും പ്രചരണത്തിനും എല്ലാ രീതിയിലും മുൻപന്തിരിക്കുന്ന അവരാ അതുകൊണ്ട് അവർക്ക് ഉദ്ദേശം എന്താ ആര് ജയിക്കുമെന്നാ മോദി ബി ജെ പി ജയിക്കുന്ന എന്തുകൊണ്ടാ ബി ജെ പി ജയിക്കുന്ന അവരുടെ പ്രചരണവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ബി ജെ പി കാണാൻ സാധ്യത ഇങ്ങനെ നമ്മൾ പറയുന്നത് ആർക്കാ നല്ലത് ചെയ്താൽ ജയിക്കും, അത്രേ ഉള്ളൂ. നാടിന് നന്മ ചെയ്യുന്ന ആരോ അവര് ജയിക്കും, അത്രേ ഉള്ളൂ. എന്റെ ആഗ്രഹം LDF ജയിക്കണമെന്ന് തന്നെ. ഡോക്ടർ തോമസ് ഐസക് എന്തുകൊണ്ടാണ് തോമസ് ഐസക് ജയിക്കുമെന്ന് വിചാരിക്കുന്നത്? അദ്ദേഹം മുൻപ് ധനകാര്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നല്ല ഞങ്ങൾ സഹകരിക്കുന്നവരെല്ലാം നല്ല അഭിപ്രായമാണ് തോമസ് ഐസക്കിനെ. ആന്റോ ആന്റണിയൊക്കെ ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് 3 വർഷക്കാലം ജയിച്ചു പോയിട്ട് ഞങ്ങളുടെ ഞാൻ പള്ളിക്കൽ പഞ്ചായത്തിലാണ് എരിനാട്. അവിടെ ഒരു വികസന പ്രവർത്തനം ചെയ്തതായിട്ട് ഞങ്ങളുടെ അറിവില്ല, ഞങ്ങൾ കണ്ടിട്ട്. ആന്റോ ആന്റണി തന്നെ വിജയിക്കും. കാര്യം കഴിഞ്ഞ 3-4 ടൈമായിട്ട് മത്സരിച്ച് ജയിച്ച് നല്ല പല വികസന പ്രവർത്തനങ്ങൾ പല മേഖലയിലും നടത്തപ്പെടുന്നുണ്ട്. റോഡുകള്, പാസ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഓഫീസ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. പിന്നെ നേഴ്സുമാരെ അവിടുന്നേക്ക് കൊണ്ടുവന്നതും എല്ലാം ആന്റോ ആന്റണിയുടെ ഒരു ശ്രമഫലമായിട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ആന്റോ ആന്റണി വൻഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞാൻ പ്രത്യേകിച്ച് ആരും തീരുമാനിച്ചിട്ടില്ല, അത് തന്നെ സൗകര്യം പോലെ. ആർക്കാണ് വിജയസാധ്യത? ആന്റോ ആന്റണിയാണ്. ആന്റോ ആന്റണി ഇലക്ഷൻ വരുന്നത് എന്തോ പറയാനാ? ആർക്കാ ജയസാധ്യത? ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാം നല്ല ആൾക്കാർ. ആർക്കാ എന്നാലും കൂടുതൽ സാധ്യത? ഇതുവരെയുള്ള ഐസക് അതേ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിട്ടിരുന്ന പുള്ളിയുടെ ഭരണം മെച്ചമല്ലായിരുന്നോ? ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ വോട്ട് കിട്ടും. പിന്നെ ആരാ ഒന്നുള്ളത്? ആന്റോ ആന്റണി പുള്ളി അതേ വർഷങ്ങൾ കൊണ്ടുപിടിക്കുന്ന ആളില്ല. BJP-ക്ക് അനിൽ ആന്റണി. ഇവരെല്ലാം ഒന്നിനൊന്നും വെച്ച ആൾക്കാർ, ആരും മോശമൊന്നും ആരാന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ പറയുന്നു? നമ്മൾ പറയുന്ന പോലെ ഒന്നും നടക്കണമെന്നുണ്ട്. കൂടുതൽ തന്നെയല്ല, മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന അവര് പെട്ടിക്കകത്തുകൊണ്ട് ഇടുമ്പോഴെല്ലാം അറിയും. അവര് വെളിയിൽ പറയുന്ന ഒന്ന് ചെയ്യുന്ന വേറൊന്നും. എന്നിട്ട് ചേട്ടാ ഈ ചേട്ടനാണല്ലോ നോക്കിയേ. പറയോ എന്താ അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ആരെങ്കിലും ഒരാൾ ജയിക്കും. അതാണ് ആർക്കാ സാധ്യത ഉള്ളത് ഇപ്പൊ നിലവിൽ? സാധ്യതയൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുവരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ അടുത്ത മത്സരമാണ്. എനിക്കിവിടെ 17 ജില്ലയിൽ തന്നെ ആണോ? കൊരമ്പാല എന്റെ വീട്. എനിക്ക് വോട്ടുണ്ട്. അപ്പം വോട്ടിന് മുമ്പേ നമുക്ക് ജയിക്കുന്ന മുമ്പേ ജവാന്റെ ലിറ്റർ എടുക്കണ്ടേ? അടിച്ചിട്ട് വേണം നമുക്ക് വോട്ടിടണ്ടേ? കുത്തുന്ന ജവാനാണോ MCB ആണോ അണീബി ആണെന്നും പറയാൻ പറ്റുന്നില്ല. ആര് ജയിക്കുന്നു? ആരാ ജയിക്കുന്നവര് ജയിക്കും. പിന്നെ ആര് ജയിക്കാൻ? ചേട്ടന്റെ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം എന്താ? ആര് ജയിച്ചാലും നമ്മളെ കേരളം വികസനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ആര് ജയിച്ചാലും ജവാന്റെ വില പറയണം. അതല്ലേ അതേ ഉണ്ട്. അത് തന്നെ ലക്ഷ്യം. അതാ പെൻഷനൊന്നുമില്ല, ജവാന്റെയും മദ്യത്തിന്റെ വില കുറയണം. മദ്യത്തിന് നല്ല വിലയാണോ അപ്പൊ? വിലയാണ്. അതുകൊണ്ട് 640 ഒരു 60 അടിച്ചാൽ നമുക്ക് ഏക്കത്തില്ല. 120 അടിച്ചാൽ ഏക്കത്തില്ല. പിന്നെ അതിന് കട്ടി കൂടുതലായിട്ട് അതിന് വില കൂടുതലും. അതിന് വില കൂടുതൽ. അങ്ങനെ പറഞ്ഞുതരാം കേട്ടോ. പറയാം. സാധ്യത ത്രികോണ മത്സരമായതുകൊണ്ട് ഇവിടിപ്പം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞങ്ങളെപ്പോലുള്ള ചെറിയ കച്ചവടക്കാർക്ക് ഇടതുപക്ഷം തന്നെ നല്ലത്. പിന്നെ മറ്റു രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് ജയിക്കത്തുള്ളൂ. പിന്നെ BJP വോട്ട് പിടിച്ചു മാറ്റും, അതിനൊന്നും സംശയമില്ല. നല്ലൊരു ശതമാനം വോട്ടും അവർ പിടിച്ചു മാറ്റും. പത്തനംതിട്ട മണ്ഡലത്തില് ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എന്നാലും ആര് ജയിച്ചാലും നമുക്ക് സന്തോഷം. ആന്റോ ആന്റണിക്കാണ്.
എന്തുകൊണ്ടാണ് ആന്റോ ആന്റണിയുടെ പേര് അയാൾക്ക് കുറെ ജനപിന്തുണയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ്? നല്ല മനുഷ്യനാണ്. ആരെങ്കിലും തിരിച്ചെന്ന് പറഞ്ഞാൽ തന്നെ പുള്ളി സാധാരണ ഒരു മരണം ഉണ്ടായാൽ തന്നെ ആ വീടുകളിൽ എത്താറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. 2 കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ പെട്ടെന്ന് അവിടെ വരികയും പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഉപരവും നടന്നു അവിടെ വരികയും ഒക്കെ ചെയ്തായിരുന്നു. അതൊക്കെയുള്ള ജനകീയനായതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് അതിന് പിന്തുണയുണ്ടായിരുന്നു. അങ്ങനെയാണ് സാധ്യത. തോമസ് ഐസക്കിനാണ് തോമസ് ഐസക്കിനാണ്. നമ്മൾ കണ്ടിട്ട് കൂടുതലും അതാണ് ജനങ്ങളുമായിട്ട് കൂടുതൽ ജനസമ്പർക്കത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ജയിക്കാൻ പറ്റും. ഈ സമയത്ത് ഈ പത്തനംതിട്ട മണ്ഡലത്തില് ആർക്കാണ് വിജയ സാധ്യത ഉള്ളത്? ഇപ്രാവശ്യം ആന്റോ ആന്റണി. ആന്റോ ആന്റണി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ 15 വർഷക്കാലം പത്തനംതിട്ട ജില്ലയ്ക്ക് ചെയ്ത സംഭാവനകൾ തന്നെയാണ് അദ്ദേഹം ജയിക്കാനുള്ള പ്രധാന കാരണം. അദ്ദേഹത്തിന് മറിച്ച് വോട്ടർമാർക്ക് ചിന്തിക്കേണ്ട കാര്യം കഴിഞ്ഞ LDF സർക്കാരിന്റെ തുടർ ഭരണം എങ്ങനെയാണെന്ന് ഇപ്പം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യം. അപ്പം പിന്നെ മാറ്റിയ ഒരു ഫലം ഇവിടെ കാണത്തില്ല. തീർച്ചയായിട്ടും ഇപ്പം രാഷ്ട്രീയ കഴിവൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് വളരെ ടൈറ്റായി ഇവിടെ എൻ്റെ നോട്ടത്തിൽ. ജനകീയ സംസാരം കേട്ടിട്ട് ഒരു ഉറപ്പ് പറയാൻ വയ്യാത്തൊരവസ്ഥയാണ് അവിടെ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ കടുത്ത ത്രികോണ മത്സരം ആയതുകൊണ്ടാണ്. ത്രികോണ മത്സരവും പല എതിർപ്പുകളുണ്ട്. ഞാനാണെങ്കിൽ ഒരു കർഷക സമിതിയുടെ ഒരു സെക്രട്ടറിയാണ്. ഇപ്പം ഞാൻ ഈ മൈതാനത്ത് വന്ന പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നത് അവിടെ എണ്ണം നിറച്ച് വെച്ചിരിക്കുന്നു. ഇവിടെ നിറച്ചൊരു പാത്രം മേടിച്ചോണ്ട് പോയായിരുന്നു. അവിടെ വെച്ചൊരു പാത്രം വെച്ചിരുന്ന കണ്ടില്ല, പോയി. ഞാൻ പറഞ്ഞത് ഞാൻ ആ കർഷക സമിതിയുടെ സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങളുടെ ഒരു വലിയ ഉത്സവം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു, മരമടി എന്ന് പറഞ്ഞു. അത് 2008 മുതൽ മുടങ്ങിയിരിക്കുകയാണ്. ആ ജല്ലിക്കെട്ടിനോടുള്ള പ്രശ്നത്തിലാണ് മുടങ്ങിയത്. എന്നാൽ 2017 ജല്ലിക്കെട്ട് സമരം മൂത്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിന് അയവ് വരുത്തി. ആ നിയമത്തിൽ അയവ് വരുത്തി അതത് സംസ്ഥാനങ്ങൾ ബില്ല് പാസ്സാക്കി ഈ ഉത്സവം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം തന്നെ തമിഴ്നാടും കർണാടകവും ഈ ബില്ല് പാസ്സാക്കി അവിടെ ഉത്സവം തുടങ്ങി. പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ കേരള സർക്കാരിനോട് ഈ വിഷയം പറയും, ഞങ്ങൾക്കിവിടെ ആ ബില്ലൊന്ന് പാസ്സാക്കി തന്നെ. സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, എനിക്ക് വിഷമമുണ്ട്. ഇന്ന് വരെ ആ ബില്ല് പാസ്സാക്കി. അപ്പോൾ നമ്മുടെ കർഷകരായ ഞങ്ങൾക്ക് ഈ സിസ്റ്റത്തോടെ തന്നെ എതിരാണ്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എതിരാണ്. കാരണം എനിക്ക് ഈ ഭരണമൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ കർഷകരോട് ഈ വിവേചനം കാണിച്ചതുകൊണ്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വലിയ ചർച്ചയുണ്ട്. നല്ലൊരു ഗ്രൂപ്പ് ആളുകൾ ഇതിനോട് വിഷമമായിട്ട് നിൽക്കുകയാണ്. അതായത് നിലവിലുള്ള കേരള ഗവൺമെന്റിനോട് എതിരുണ്ട്. ഗവൺമെന്റിനോട് എനിക്ക് എതിർ ഈ വിഷയത്തിലാണ്, കർഷകരോട് അവരുടെ നിലപാടിൽ. അതുപോലെ ഞങ്ങളുടെ ഈ നാട്ടിലെ, ഞാൻ കർഷക സമിതി സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ നാട്ടിലെ കൃഷിയെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചു. കാരണം പന്നിയുടെയൊക്കെ പ്രശ്നം കൊണ്ട് ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അവർ അതൊന്നും ചെയ്തില്ല. കാരണം അവർ ഇപ്പോൾ ഇവിടെ തന്നെ ഡൽഹിയിലോട്ടൊരു പേപ്പർ അയക്കും, അത് തിരിച്ചു വരും, പിന്നെ അയക്കും, പിന്നെയും വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നല്ല കഴിവുള്ളവരെയും കൊണ്ടൊക്കെ അത് അയച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈ ഗവൺമെൻറ് ഭരണമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളിൽ അത് ഈ ആളുകൾ തന്നെ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ഇനിയിപ്പോൾ അതിന്ന് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇച്ചിരി നല്ല ടൈറ്റ് തന്നെയാണ്, ഉറപ്പായി ടൈറ്റാണ്. ഇതൊരു നിലപാട് കൊണ്ട് ചിലപ്പോൾ അവർക്കൊരു തിരിച്ചടി ഉണ്ടായേക്കാം ഈ മണ്ഡലത്തിൽ. അതിന് ഒരു ഞങ്ങളുടെ കർഷകർക്ക് അതിനകത്ത് കർഷകർ കുറേ പേർ അതിൽ നല്ല പ്രയാസമുള്ളവരുണ്ട്. അവരൊക്കെ ഈ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അത് കയ്യിൽ കൊണ്ട് നടന്ന ആളുകൾ പോലും എൻ്റെ അടുത്ത് വിഷമം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തുമായി തീരുമെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ സർക്കാരിനോട് എല്ലാവർക്കും സ്നേഹമൊക്കെ ആയിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ അവർ വലിയ എതിരായിപ്പോയാണ്. അതിനി മാറ്റിയെടുക്കാൻ അവിടെ പെട്ടെന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ ഇലക്ഷനോട് പറയാനുള്ളത്. ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? അങ്ങനൊന്നും പറയാനൊക്കത്തില്ല. എങ്കിലും കറക്റ്റ് തീർത്ത് പറയാനൊക്കത്തില്ല. ഈ കടുത്ത ത്രികോണ മത്സരം ആയതുകൊണ്ടാണോ? 3 പാർട്ടിയും ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് സാധ്യത ആർക്കും പറയാൻ സാധിക്കും. കറക്റ്റ് ഒന്നും പറയാനൊക്കത്തില്ല. അല്ല, അങ്ങനെ ആയാലും ഇപ്പൊ ഈ ഉള്ള ഈ പ്രചരണത്തിനും എല്ലാത്തിനും ആർക്കും മുൻതൂക്കപ്പോ വന്നുകൊണ്ടിരിക്കുക. പ്രചരണം അങ്ങോട്ട് തുടങ്ങിയില്ലല്ലോ. അല്ല, എന്നാലും ഉള്ളതിലിപ്പോൾ കോൺഗ്രസിനാണ് മുൻതൂക്കം. ആന്റണിക്കാണ് ഇപ്പൊ ഇതുവരെ ഉള്ളത്. ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ ആർക്കാ ജയസാധ്യത ഉള്ളത്?
ജയസാദ് ഞാൻ ഇവിടെ ഇല്ല, പ്രവാസിയായിരുന്നു. എനിക്കിപ്പം കൂടുതലായിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല. ഞാൻ ഒരു വർഷം കൂടെ നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ളൂ. എന്നാൽ ഇതുവരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആരാ മുന്നിൽ ആന്റോ ആന്റണി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റവരെന്ന് വെച്ചാൽ പുള്ളി പത്തനംതിട്ടക്കാരനല്ലേ. മറ്റവര് പിന്നെ ഒരാൾ ആലപ്പുഴ, ഒരാൾ രണ്ടും ആലപ്പുഴ ജില്ലയാന്ന് തോന്നുന്നു. സാധ്യത ഉള്ളത് എന്ന് പറയാനായില്ല. എല്ലാവരും നല്ല വർക്കിലാണ്, എല്ലാ പാർട്ടിക്കാരും. ഞാൻ കോന്നിലുള്ള കോന്നിമുണ്ടല്ലോ, പത്തനംതിട്ടയില്ല. ഇതുവരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആർക്കാ മുൻതൂക്കമുള്ളത്? ഹിന്ദുക്കളെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാറായിട്ടില്ല. എല്ലാവരും ഒരേപോലെ ഇപ്പം നിൽക്കുന്നുണ്ട്. നാളത്തെ എങ്ങനെ എനിക്കറിയില്ല. എങ്കിലും എല്ലാം പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന 3 പാർട്ടിക്കാർ. അടുത്തൊരു കോണ മത്സരം അത്ര തന്നെ ആർക്കാണ് സാധ്യത എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പറയാറായില്ല.